ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ, ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ, ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. എല്ലാം ഞാൻ നൽകിടാം. വോയിസ് ഓഫ് ലവിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ശ്രേഷ്ഠമായ വചനം മത്തായി സുവിശേഷം 4-ാം അധ്യായം 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവുമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ആമേൻ. പൈശാചിക മണ്ഡലങ്ങൾ നമ്മളെ വിട്ടു പോകണമെങ്കിലും ദൂതന്മാർ നമ്മളെ വന്ന് ശുശ്രൂഷിക്കുകയും ചെയ്യണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഇതൊരു ചോദ്യമാണ്. പൈശാചിക മണ്ഡലങ്ങൾ നമ്മളെ വിട്ടു പോകുവാനും ദൈവദൂതന്മാർ നമ്മെ വന്ന് ശുശ്രൂഷിക്കുവാനും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. നാം വചനം പറയണം. വചനം പ്രഖ്യാപിക്കുകയും വചനം നമ്മുടെ നാവുകളിൽ നിന്ന് പ്രശ്നങ്ങളുടെ നടുവിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആത്മതലങ്ങളിൽ നടക്കുന്ന വലിയൊരു മാറ്റമാണ്. പൈശാചിക മണ്ഡലങ്ങൾ പോകും. വേദപുസ്തകത്തിനകത്ത് ഏറ്റവും വലിയ പരീക്ഷ, എല്ലാവർക്കും പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. ആദാമിന് പരീക്ഷയുണ്ടായി, അബ്രഹാമിന് പരീക്ഷയുണ്ടായി, ജോസഫിന് പരീക്ഷയുണ്ടായി, ദാവീദിന് പരീക്ഷയുണ്ടായി, യോബിന് പരീക്ഷയുണ്ടായി. ഏറ്റവും വലിയ പരീക്ഷ നേരിട്ടത് യേശുവാണ്. ബാക്കി എല്ലാവരുടെ അടുക്കൽ പൈശാചിക മണ്ഡലങ്ങൾ ഒളിഞ്ഞും ചെറിയ ദൂതന്മാരെയും ഒക്കെ വിട്ടാണ്, ദുരാത്മാ മണ്ഡലത്തേക്ക് വിട്ടാണ് പരീക്ഷിച്ചത്. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ സാക്ഷാൽ ലൂസിഫർ നേരിട്ടിറങ്ങി വന്ന് യേശുവുമായി പരീക്ഷിക്കുക. ലൂക്കോസ് 4-ഉം മത്തായി 4-ഉം. എന്നാൽ അവിടെ പിശാചിൻ്റെ സകല പരീക്ഷകളെയും യേശു ജയിക്കുക. 3 വിധത്തിലുള്ള പരീക്ഷകൾ നമുക്ക് കാണാൻ പറ്റും. ആമേൻ. അതിൽ അവസാനം ആണ് യേശു പറയുന്നത്, സാത്താനെ, എന്നെ വിട്ടു പോ, എൻ്റെ അടുത്ത് നീ തുടരേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ പുറകെ നടക്കണ്ട, ഞാൻ നിൻ്റേതല്ല, എന്നെ വിട്ടു പോ, ഞാൻ ദൈവത്തിൻ്റെതാണ്, ഞാൻ പിതാവിൻ്റെതാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് തന്നെ പറയണം. പിശാച് എന്നെ ചുറ്റിപ്പറ്റി നിന്നിട്ട് നിനക്ക് ഒരു കാര്യമില്ല, ഞാൻ നിൻ്റേതല്ല, നീ പോ, എൻ്റെ കുടുംബത്തെ വിട്ടുപോ, എൻ്റെ തലമുറ വിട്ടുപോ. പിശാച് പല അവകാശങ്ങളും പറയും. അതൊന്നും ശ്രദ്ധിക്കണ്ട. മോശയുടെ ശരീരത്തിന് വേണ്ടി പോലും വാദിച്ചവനവൻ പറയണം, നിനക്ക് എൻ്റെ മേലൊരു അവകാശമില്ല. അതിന് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, എപ്പോഴും പറയണം, ഞാനും എൻ്റെ കുടുംബവും യേശുവിനും പരിശുദ്ധാത്മാവിനും പിതാവിനും മാത്രമുള്ളതാണ്. എൻ്റെ ദേഹം, എൻ്റെ ദേഹി, എൻ്റെ ആത്മാവ് ഞാൻ യേശുവിന് തീരാധാരം എഴുതി കൊടുത്തിരിക്കുകയാണ്.
ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. എൻ്റെ ജീവിതം യേശുവിന് ഞാൻ കൊടുത്തിരിക്കുകയാണ്. നിങ്ങളതെപ്പോഴും എൻ്റെ മേൽ എനിക്ക് പോലും ഒരവകാശമില്ല. ഇതിന്മേൽ പൂർണ്ണ അവകാശം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമാണ്. ഇതെപ്പോഴും പറയണം. ഞാൻ എന്നെ ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ വാ തുറന്ന് പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടും കൂടെ എന്നെ മുഴുവനായി കൈമാറുകയും എൻ്റെ മേൽ മുഴുകർത്തൃത്വം നടത്താനും ഞാൻ ഒരാൾക്കേ അനുവാദം കൊടുത്തിട്ടുള്ളൂ. അത് യേശുവിനാണ്, പരിശുദ്ധാത്മാവിനാണ്, പിതാവാം ദൈവത്തിനാണ് എന്ന് തീർത്തു പറയുമ്പോൾ നാം വാക്കുകൾ കൊണ്ട് തന്നെ പിശാചിൻ്റെ മേലുള്ള സകല ആധിപത്യങ്ങളെയും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ആമേൻ. നിങ്ങളെപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ മാത്രം, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മാത്രമാണ്, എൻ്റെ ദിവസങ്ങൾ ദൈവത്തിൻ്റെ മാത്രമാണ്, എൻ്റെ ആയുസ് ദൈവത്തിൻ്റെ മാത്രമാണ്, ഞാൻ വേറെ ആർക്കുമുള്ളതല്ല. ഇപ്പൊ പിശാച് പറയും, അത് ഞാൻ നിന്നെ എതിർത്ത് നിൽക്കുന്നു. ആമേൻ. ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞിട്ടില്ലാകാം, ചിലയിടത്ത് ഞാൻ തളർന്നു പോയവനായിരിക്കാം. പക്ഷേ പിശാചെ, ഞാൻ നിന്നെ വെറുക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ മാത്രമാണ്, എന്നെ വിട്ടു പോകുക. പക്ഷെ അങ്ങനത്തെ ഒരു വാക്കുകൾ മാത്രമല്ല, എല്ലായിടത്തും നിങ്ങൾ വചനം ഉപയോഗിക്കണം. ഈ വലിയ പരീക്ഷയെ മുഴുവൻ യേശു ജയിച്ചത് വചനത്താലാണ്. സ്തോത്രം. അപ്പോൾ തന്നെ പിശാചിന് വചനം അറിയാം. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവേകനെന്ന് അവൻ ആമേൻ വിശ്വസിക്കുകയും അവൻ വിറയ്ക്കുകയും ചെയ്യും. സത്യങ്ങളെല്ലാം അവനറിയാം. പക്ഷേ ഞാൻ സത്യങ്ങൾ മാത്രമല്ല പറയുന്നത്, ആ സത്യത്തിന് വേണ്ടി എന്നെ സമർപ്പിക്കുകയും എൻ്റെ ജീവിതവും ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. ആമേൻ. ഇവിടെ ഈ വചനം, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു. ജീവിതത്തിനകത്ത് നിങ്ങൾ വചനം പറയുമ്പോൾ ദുരാത്മമണ്ഡലങ്ങൾ മാറുകയും വചനം പറയുമ്പോൾ ദൂതന്മാർ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി ഭൂതങ്ങളുടെ കാലമല്ല, ദൂതന്മാരുടെ കാലമാണ്. യാക്കോബിന്റെ ലൈഫിനകത്ത് എല്ലായിടത്തും ദൂതന്മാർ വന്ന് മിനിസ്ട്രി ചെയ്യുക. അവൻ കണ്ണുകൊണ്ട്, തുറന്ന കണ്ണുകൾ കൊണ്ട് കാണുകയാണ്, ദൂതന്മാർ അവനെ എതിരേൽക്കുകയാണ്. സൈന്യമായിട്ട് ദൂതന്മാർ വരികയാണ്. പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, വലിയ ദൂതഗണങ്ങളുടെ കൂട്ടങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. വലിയ സംരക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ ബ്രേക്ക് ത്രൂ ദൈവം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഈ ദിനങ്ങളിൽ സാത്താന്യമായ ചില അറ്റാക്കുകളിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. മറിച്ച് ദൂതന്മാരുടെ ചില ഭയങ്കര സൽക്കാരങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന്മേലും തലമുറയുടെ മേലൊക്കെ ഒരു വലിയ ഹൈ പ്രൊട്ടക്ഷൻ ദൈവം തരാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ദീർഘായുസ്സോടെ ഇരുന്ന്, ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിൻ്റെ വേല തികയ്ക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ പോവുകയാണ്. ഭൂതങ്ങൾ മാറുന്നു, ദൂതന്മാർ വന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല ഉറപ്പിൻ്റെ വചനത്തിന് നന്ദി പറയും. കർത്താവെ, ഞങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നു, വചനത്തെ ഏറ്റുപറയും. കർത്താവെ, ഞങ്ങൾ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയും. കർത്താവെ, യേശുവെ, ദൂതന്മാരെ ഞങ്ങൾക്ക് ശുശ്രൂഷകന്മാരാക്കി അങ്ങ് നൽകിയിരിക്കുന്നതിന് നന്ദി പറയും. ഇനി വചനം കേൾക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മാവെ, എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൂതന്മാരുടെ ശുശ്രൂഷകൾ അവർക്കുണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കും. ദിവസം അവർക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദൂത് ഞങ്ങൾ ഈ ജനത്തിന് കൊടുക്കുകയാണ്. സാത്താനെ വിട്ടുപോകുക, കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ, തലമുറകളിൽ നിന്ന് വിട്ടുമാറട്ടെ. ചില പ്രത്യേകമായ നിലകളിൽ അറ്റാക്കുകളിടുന്ന, രാത്രികാലങ്ങളിൽ പ്രത്യേക ഭയങ്ങളിട്ട് അറ്റാക്ക് ചെയ്യുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോട്ടെ. എന്ത് ചെയ്തിട്ടും ഒരു റിസൾട്ട് ഇല്ലാത്ത രീതിയിൽ അധ്വാനങ്ങൾ മാത്രമേ ഉള്ളൂ, അതിന് അനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് ഇല്ലാത്ത നിലയിൽ നന്മകളുടെ മേൽ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. പഠിച്ചിട്ടും ബുദ്ധിയിൽ നിൽക്കാത്ത നിലയിലുള്ള അന്ധകാര മണ്ഡലമേ യേശുവിനകത്ത് മാറിപ്പോവുക. ഈ ജനത്തെ ഞങ്ങൾ സ്വതന്ത്രമാക്കുന്നു.
ഇവരെ ഇനി ഭൂതങ്ങളല്ല നയിക്കുന്നത്, ദൂതന്മാർ ഇവരെ ശുശ്രൂഷിക്കട്ടെ. ദൈവദൂതന്മാരുടെ ശുശ്രൂഷകൾ അവർക്ക് ലഭിക്കട്ടെ. ഞങ്ങൾ ആത്മാവിൽ അവരെ അനുഗ്രഹിക്കുന്നു, കുടുംബമായി ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവർ ചെല്ലുന്നിടത്തും നിൽക്കുന്നിടത്തെല്ലാം അവർ ബ്ലസ്ഡ് ആയിരിക്കട്ടെ. ഉയർത്തി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയുന്നു, കൃപയിൽ ബലപ്പെടുത്തുന്നു, അനുഗ്രഹിക്കുന്നു. എല്ലാ ഡിവൈൻ പ്രൊട്ടക്ഷനും അവരുടെ മേൽ കൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഭയങ്കര ഒരു ജയത്തിൻ്റെ ദിനങ്ങളായിരിക്കും. ചില സാത്താന്യ അറ്റാക്കുകൾ അവസാനിക്കുന്നു. ഭയങ്കര ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. സുരക്ഷിതരായിരിക്കും. God bless you. Shalom. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.